നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 5-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 19-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. രോഹിണി നക്ഷത്രമാണ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ശുക്രവാരം, ശുക്രൻ്റെ ദിവസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗ്രഹമാണ് ശുക്രൻ. നമ്മളെപ്പോഴും പറയും അവനിപ്പോൾ ശുക്രദശ എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷത്തെയും സമാധാനത്തെയും കൊടുക്കുന്ന ദശാനാഥനാണ് ശുക്രൻ. അപ്പോൾ ശുക്രൻ്റെ ദിവസമാണ്. അപ്പോൾ നല്ല ദിവസമാണ്. ഇന്നത്തെ നക്ഷത്രവും ശുഭനക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. അപ്പോൾ രണ്ടും ഒത്തു വന്നിരിക്കുന്ന ഒരു ശുഭദിനമാണ് ഇന്ന്. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം അനുകൂലപ്രദം, വളരെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് സന്തോഷപ്രദമായ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും, സമാധാനം ലഭിക്കും. അതേപോലെ ശരിക്ക് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, വൃശ്ചിക മാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾക്ക് ഈ വർഷം നമുക്കെടുക്കാം? പ്രധാനമായിട്ട് മംഗല്യവുമായി ബന്ധപ്പെട്ട്, പ്രധാനമായിട്ട് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. കാരണം വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കും, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് തീരുമാനം ഉണ്ടാവും. ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് പരിഹാരം ഉണ്ടാവും. അതിന് പോലെ തന്നെ ഇപ്പോൾ മക്കളുടെ കല്യാണം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർ അവരെ മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ അനുകൂലപ്രദമായ അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും. അതിനൊപ്പം തന്നെ സാമ്പത്തിക പുരോഗതി, വാഹനം, വീട്, അതുപോലെ ജോലിയിൽ പുരോഗതി, ഇവയൊക്കെ ശുക്രൻ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് കല്യാണാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അതിന് മുൻതൂക്കം കൊടുക്കുക, ജോലിക്കാണെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുക, വീട് വെക്കാനോ വസ്തു മേടിക്കാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇറങ്ങുക. ഇതിനെല്ലാം ശുക്രഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാല സമയം വരുന്നത് തന്നെ, രാഹുകാലം നമുക്ക് ഇന്നും ഇപ്പോൾ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 10:30 മണി മുതൽ 12 മണി വരെ രാഹുകാല സമയമെന്നാണ്. 10:30 മണിക്ക് രാഹുകാലം തുടങ്ങൂല, 10:49 രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ 10:30 തൊട്ട് 12 മണിക്ക് തീരൂല, 12:15 രാഹുകാലം തീരുള്ളൂ. അപ്പോൾ 10 മണി 12 മണി 15 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അത് നോക്കി വേണം യാത്രയ്ക്ക് ഇറങ്ങാൻ. അതുപോലെ യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും ശ്രദ്ധിക്കണം. ഇന്ന് ഗുളികൻ്റെ ബന്ധം വരുന്നത് 7:58 തൊട്ട് 9:23 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 3 മണി 7 മിനിറ്റ് തൊട്ട് 4:33 വരെയും. ഈ രണ്ട് സമയങ്ങളും ശുഭകാര്യങ്ങൾക്ക് എടുക്കാതെ വിട്ടുകളയണം. അതുപോലെ ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11 മണി 51 മിനിറ്റ് തൊട്ട് 12:39 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അല്ലാതെ തന്നെ മുഹൂർത്തമുള്ള ദിവസമാണ്, എന്നാലും അഭിജിത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ദിവസവും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. റെഡ് കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ശുക്രൻ്റെ പവർ കൂടാനും ശുക്രൻ്റെ അനുഗ്രഹം സിദ്ധിക്കാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. എല്ലാവർക്കും സന്തോഷപ്രദമായ ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.